സോ നമ്മുടെ ടോപ്പിക്ക് ബോറിയൽ ഫോറസ്റ്റ് എന്നാണ്. ബോറിയൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. ബോറിയൽ എന്ന വാക്കിന് അർത്ഥം നോർത്ത് എന്നാണ്. ഇംഗ്ലീഷിൽ അമേരിക്കയിലൊക്കെ ഇതിന് നമ്മൾ ബോറിയൽ ഫോറസ്റ്റ്, ഭാഷയ്ക്കനുസരിച്ച് വ്യത്യാസമുണ്ട്, ബോറിയൽ ഫോറസ്റ്റ് എന്നാണ് വിളിക്കുക. ബോറിയൽ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞല്ലോ നോർത്ത് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ ഓറോറോ ബോറിയാലിസ് എന്ന് പറയുന്നത്. ഓറോറ എന്ന് വെച്ചാൽ മറ്റേ ധ്രുവദീപ്തി അല്ലെ, ഉത്തര ധ്രുവദീപ്തി എന്ന് തന്നെയാണ്. ഓറോറോ ബോറിയാലിസ് എന്നർത്ഥം ഉത്തര ധ്രുവദീപ്തി എന്ന് തന്നെയാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ പേര് ഓർക്കുമ്പോൾ ബോറിയൽ ഓർക്കാം. അപ്പൊ ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വടക്ക് അല്ലെ, നോർത്ത് പോളിനോട് ചേർന്നുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന ഫോറസ്റ്റ് ടൈപ്പാണ്. മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് ടൈഗ എന്ന വാക്കാണ്. ടൈഗ എന്ന വാക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ചില വ്യത്യാസങ്ങളിൽ ബോറിയലും ടൈഗയും തമ്മിൽ വ്യത്യാസമുള്ളതായിട്ട് കാണുന്നുണ്ട്, പറയുന്നുണ്ട് പലയിടത്തും. അത് വേറെ ഒന്നുമില്ല. ടൈഗ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വടക്കോട്ടാണ്. ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയും വടക്ക് പോകണ്ട എന്നൊക്കെയാണുള്ള ഡെഫിനേഷനുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഏകദേശം ഒരേ പ്രദേശങ്ങൾ തന്നെയാണ് ഈ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ടൈഗ എന്ന വാക്ക് റഷ്യൻ വേർഡാണ്. ആ റഷ്യൻ വേർഡിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം രൂപപ്പെട്ടു വന്നത്. കാരണം നമുക്ക് ഊഹിക്കാം, ഈ പ്രദേശങ്ങൾ മുഴുവൻ, നമ്മൾ പറയുന്ന പ്രദേശങ്ങളിൽ കാനഡയുടെയും അമേരിക്കയുടെയും കുറച്ച് പ്രദേശങ്ങൾ, പിന്നെ ജപ്പാന്റെ വടക്കൻ പ്രദേശം ഒഴികെ ബാക്കി കൂടുതൽ പ്രദേശങ്ങളും യുറേഷ്യ എന്ന് പറയുന്ന ഭാഗത്തിന്റെ വലിയ പ്രദേശമാണ്. അത് കൂടുതലും റഷ്യയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ആ റഷ്യൻ വാക്ക് കോമൺ ആയി മാറിയത്. നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം. ഇത് നോക്കുക, ഇതൊരു കണ്ടീഷനാണ്. നമ്മൾ ഈ പറയാൻ പോകുന്ന റീജിയൻസിന്റെ ഒരു കണ്ടീഷനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് ഫ്രണ്ടിൽ തന്നെ കാണാവുന്നത്. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശം, ആ മഞ്ഞും മണ്ണും കൂടെ ചേർന്നുള്ള പെർമാഫ്രോസ്റ്റ് എന്നൊക്കെ പറയാറുള്ളത് പോലെ തുല്യമായ ഒരു സ്ഥലം. അവിടെ വളരെ ചെറിയ മോസസ് വളർന്നു. മോസസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ കൂട്ടത്തിൽ വരുന്ന മോസസ് വളർന്നു നിൽക്കുന്നു. ഇതൊരു കണ്ടീഷൻ. മറ്റൊന്നുള്ളത് ഒറ്റപ്പെട്ട ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഒരേ സ്പീഷീസ് ആയിരിക്കും. കൂട്ടത്തോടെ ആണെങ്കിൽ തന്നെയും ദേ ആർ വെൽ സ്പേസ്ഡ് ആൻഡ് എ സിംഗിൾ സ്പീഷീസ് ഇൻ എ ലാർജ് ഏരിയ. അങ്ങനെയുള്ളതും നമുക്ക് കാണാം. പിന്നെ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത്. അതിപ്പം ഇത് മൂവാണ് നമ്മൾക്കൂടെ കാണിയിരിക്കുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട ചില ക്യാരക്ടേഴ്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ടൈഗ നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് എ റഷ്യൻ വേർഡ്. ഇറ്റ് ഇസ് ജനറലി റെഫേർഡ് ടു ഇൻ നോർത്ത് അമേരിക്ക ആസ് ബോറിയൽ ഫോറസ്റ്റ് ഓർ സ്നോ ഫോറസ്റ്റ്. ഇതൊരു ബയോമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ പ്രയോഗം വന്നുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് ആലോചിച്ചത്. ഇറ്റ്സ് ബയോ. പക്ഷെ നമ്മളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഇക്കോസിസ്റ്റം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇസ് എ ലാർജ് ഏരിയ. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫോറസ്റ്റ് ഏരിയ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ടെമ്പറേറ്റ് ഫോറസ്റ്റ് വളരെ വലുതാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിനേക്കാൾ. അത് തന്നെ കുറച്ചേ ഉള്ളൂ. അതിലും വലുതാണ് 33% എന്ന് പറയുന്നത് ഏകദേശം ഈ ബോറിയൽ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ബോറിയൽ ഫോറസ്റ്റ് ആണ് എന്ന് ഓർത്തിരിക്കണം. ഡൈവേഴ്സിറ്റി കുറവാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഡൈവേഴ്സിറ്റി കുറവാണെങ്കിലും ആ ഏരിയ വളരെ വലുതാണ്. പിന്നൊന്ന്, ഈ ബയോം എന്ന് പറയുന്നത് കോണിഫറസ് ഫോറസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ടെമ്പറേറ്റ് ഫോറസ്റ്റ് പറഞ്ഞു അവിടെ നമുക്ക് 3 റീജിയൻസ് കാണാൻ പറ്റും. ഒന്ന് ഡെസിഡിയസ് ഫോറസ്റ്റിന്റെ റീജിയൻ, പിന്നെ ഒന്ന് മിക്സ്ഡ് ഫോറസ്റ്റിന്റെ റീജിയൻ, പിന്നെ കോണിഫറസ് ഫോറസ്റ്റിന്റെ റീജിയൻ. ഇത് മൂന്നും കൂടാതെ ഒരു റെയിൻ ഫോറസ്റ്റിന്റെ റീജിയനും കാണാം എന്ന് നമ്മളോട് പറഞ്ഞു. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണെങ്കിൽ കൂടുതലും റെയിൻ ഫോറസ്റ്റ് ആണ്, അവിടെയും കുറച്ച് ഡൈവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പോകുന്നത് ടൈഗ എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്നത് കോണിഫറസ് ഫോറസ്റ്റ് മാത്രമാണ്. വളരെ അപൂർവമായിട്ട് നോൺ കോണിഫറസ് ആയിട്ടുള്ള ഇലപൊഴിയുന്ന കാടുകൾപ്പെട്ട കുറച്ച് വൃക്ഷങ്ങളും. അത് വടക്കോട്ടല്ല, ഈ പ്രദേശത്തിന്റെ തെക്കൻ അതിർത്തിയോട് വരുമ്പോൾ, അതായത് നമ്മുടെ ടെമ്പറേറ്റ് ഫോറസ്റ്റിനോട് അടുത്ത് വരുമ്പോൾ കുറച്ച് അത്തരം ട്രീസും കാണാം എന്നല്ലാതെ കൂടുതലും കോണിഫറസ് ഫോറസ്റ്റ് തന്നെയാണ്. കോണിഫറസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് അവ എവർഗ്രീൻ ആണ് എന്ന് ഓർക്കുക. കോണിഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈനസ്, ജിംനോസ്പാമിന്റെ പൈനസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിൽ വരുന്നതാണ് കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എവർഗ്രീൻ ആണ്, തിക്ക് ലീവ്സ് ആണ്, എവർഗ്രീൻ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്വഭാവം. ഇനി ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ബയോം എന്നാണ് അറിയപ്പെടുന്നത് പറഞ്ഞു. 33% വരുന്ന ഏരിയ അവിടെയുണ്ട്. പിന്നെ ഇതെവിടെയാണ് കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് കഴിഞ്ഞു, പിന്നെ അവിടെ വലിയ ഗ്രാസ് ലാൻഡ്, പല സ്ഥലങ്ങളിലും വലിയ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ടൈപ്പുകളെ വേർതിരിക്കുന്ന വലിയ ഗ്രാസ് ലാൻഡുകളുണ്ട്. ആ ഗ്രാസ് ലാൻഡിനും വടക്കായിട്ടാണ് നോർത്ത് ഓഫ് ദ ഡെസിഡിയസ് ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് അക്രോസ് ദ നോർത്തേൺ യൂറോപ്പ്. അപ്പോൾ ശ്രദ്ധിക്കണം, നോർത്ത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സൗത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ.
സൗത്തില് ഈ ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ തെക്കൻ തീരം ഒഴികെ, തെക്കൻ പ്രദേശം ഒഴികെ ബാക്കി പ്രദേശങ്ങളിലെല്ലാം കടലാണ്. ഈ ടെമ്പറേറ്റ് അല്ലെങ്കിൽ ഈ ബോറിയൽ ഫോറസ്റ്റിന്റെ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റ് ഉള്ള റീജിയൻസിൽ അവിടെ കരകളില്ല. അതുകൊണ്ട് ഈ ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല എന്ന് തന്നെ പറയാം. ആകെയുള്ളത് ഈ പറഞ്ഞ പോലെ ലാറ്റിൻ അമേരിക്കയുടെ അങ്ങേയറ്റത്ത് തെക്കേ അറ്റത്തുള്ള വളരെ കുറച്ച് പാച്ചസ് മാത്രമാണ്. അതില്ല എന്ന് തന്നെ പറയാം. അവിടെ നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റിന്റെ കൂട്ടത്തിലാണ് പെടുത്തിയത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോ ഈ ടൈഗ അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റ് നമ്മൾ കൺഫൈൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? നോർത്ത് ഓഫ് ദ ഡെസിഡിയസ് ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് അക്രോസ് ദ നോർത്തേൺ യൂറോപ്പ്, സൈബീരിയ, കാനഡ ആർ ദ സ്ട്രെച്ചസ് ഓഫ് ടൈഗ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വേറെ തരത്തിൽ പറയാനുള്ളത് നോർത്തേൺ കോണിഫറസ് ഫോറസ്റ്റ് ബയോം എന്നും പറയാറുണ്ട്. കാര്യം ഇവിടെ മുഴുവൻ കോണിഫറസ് ആണ്. അപ്പോൾ ഈ ജിംനോസ്പേംസിനെ കാണുമ്പോൾ പഠിക്കുമ്പോൾ ഇത് ഭൂമിയിലെങ്ങും ഇല്ലാത്ത, നമ്മളെപ്പോഴും പറയാറുള്ള പ്രയോഗമാണ് പണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരുന്നത് ഇവയാണ് എന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, അത് ഓർത്തിരിക്കണം. നമ്മൾ ബയോഡൈവേഴ്സിറ്റി, ആൻജിയോസ്പേംസിന്റെ ഗ്രോത്ത്, സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ പറയുമെങ്കിലും ഭൂമിയുടെ ഒരു വലിയ ഭാഗം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത്തരം എക്സ്ട്രീം അഡാപ്റ്റേഷൻസ് ഉള്ള ജിംനോസ്പേംസ് തന്നെയാണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ എന്താണ് ഇതിന്റെ ഈ പ്രദേശത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ നോക്കിയാൽ ഇത് ഈ പ്രദേശത്ത് ലോങ് ആൻഡ് സിവിയർ വിന്റേഴ്സ് ഉണ്ടാവും, അല്ലെ? സിവിയർ വിന്റർ ആയിരിക്കും. അത് എപ്പോഴും -20 ഒക്കെ എത്താറുണ്ട്. നമുക്ക് കാണാം ടെമ്പറേച്ചർ റീജിയൻസ്. ലോങ് ആയിരിക്കും അവ. ഗ്രോയിങ് സീസൺ എന്ന് പറയുന്നത് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അത് മാക്സിമം 100 ദിവസം താഴെ കാണത്തുള്ളൂ, 10-20 ദിവസമേ കാണത്തുള്ളൂ. ഒരു വർഷം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 2 മാസം അല്ലെങ്കിൽ 3 മാസം മാത്രമേ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ പറ്റിയ സീസൺ ഉള്ളൂ. ബാക്കി മുഴുവൻ മഞ്ഞും തണുപ്പും നിറഞ്ഞ സമയമാണ്. അപ്പൊ ഇതാണ് ഈ ടൈഗയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി വെജിറ്റേഷൻ, അവിടെയുള്ള പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്ട്രീം ഫ്രോസ്റ്റ് ടോളറന്റ് ആണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആ മഞ്ഞിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് മാത്രമേ അവിടെ ഉള്ളൂ. പലപ്പോഴും മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ വിന്റർ സീസണിൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെ ആ ടെമ്പറേച്ചർ എത്താറുണ്ട്. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് 40 മുതൽ 100 സെന്റിമീറ്റർ വരെയാണ്. നമ്മൾ വിശദമായിട്ട് കുറച്ചുകൂടെ കാണും, എങ്കിലും ഇപ്പൊ പറയാണ് 40 മുതൽ 100 സെന്റിമീറ്റർ വരെയാണ്. ഓർത്തിരിക്കുക, നമ്മുടെ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എത്ര ആയിരുന്നു? 125, 130 ഒക്കെയാണ് പറഞ്ഞത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എത്രയാണ് പറഞ്ഞത്? 200 മുതൽ 300 വരെ സെന്റിമീറ്റർ ആണ്. ഇവിടെ വളരെ വളരെ കുറവാണ്, 40 മുതൽ 100 സെന്റിമീറ്റർ. 75 വരെ പറഞ്ഞാൽ മതി. 40 മുതൽ 75 വരെയാണ് കോമൺ. വളരെ ചെറിയ പ്രദേശങ്ങളിൽ 100 വരെ എത്താറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഹാർഡി കോണിഫറസ് ആയ പ്ലാന്റ്സ്, പിന്നെ സ്പ്രൂസ് എന്നറിയപ്പെടുന്ന പോപ്പുലസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് അത്. പിന്നെ വോൾസും ബേഴ്സും ഒക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്. പക്ഷെ ക്ലൈമറ്റ് ഇങ്ങനെയുള്ളതാണ്. ഇനി നോർത്ത് അമേരിക്കയിലേക്ക് പല പ്രദേശങ്ങളുണ്ട്. നമുക്ക് ആ പ്രദേശങ്ങളൊന്ന് ചുരുക്കി കാണാം. ഓർത്തിരിക്കുക, നോർത്ത് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ കാനഡയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, അലാസ്ക, US-ന്റെ നോർത്തേൺ റീജിയൻസ്, ഇത് മുഴുവൻ ടൈഗ അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റ് ആണ്. ഏഷ്യ യൂറോപ്പ് റീജിയൻസിലേക്ക് വരുമ്പോൾ സ്വീഡൻ, ഫിൻലാൻഡ്, ഇതെല്ലാം യൂറോപ്പിന്റെ ഭാഗങ്ങളാണ്. റഷ്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പസഫിക് ഓഷ്യന്റെ പടിഞ്ഞാറോട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ, നോർവേ, എസ്തോണിയ തുടങ്ങിയ പ്രദേശങ്ങൾ, സ്കോട്ട്ലൻഡിന്റെ പ്രധാനപ്പെട്ട ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമുള്ള സ്കോട്ട്ലൻഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഐസ്ലാൻഡ്, കസാഖിസ്ഥാൻ, മംഗോളിയ, പിന്നെ നോർത്തേൺ ജപ്പാൻ. കിഴക്കേ അറ്റത്ത് വരുമ്പോഴത്തേക്ക് ജപ്പാന്റെ വടക്കേ അറ്റത്തെ കുറച്ച് ഭാഗങ്ങളും ഈ ക്ലൈമറ്റ് വരും. അപ്പോൾ ലൊക്കേഷൻ ഏതാണെന്ന് ഓർത്തിരിക്കുക കൃത്യമായിട്ട്. നമുക്ക് ആ മാപ്പിലൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ്. വേൾഡ് മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇക്വേറ്ററിന്റെ അടുത്തെങ്ങുമല്ല. ഇതൊക്കെ ടെമ്പറേറ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളാണ്. ഈ പച്ച കളറിൽ കാണുന്നതാണ്, ഈ ഗ്രീൻ കളറിൽ കാണുന്നത്, അതായത് ഒരുപാട് വടക്കോട്ട് മാറി ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ബോറിയൽ ഫോറസ്റ്റിന്റെ ഏരിയ. ബോറിയൽ ഫോറസ്റ്റിന്റെ ഏരിയ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അമേരിക്കയുടെ ഭാഗങ്ങൾ, കാനഡയുടെ ഭാഗങ്ങൾ, പിന്നെ യൂറേഷ്യയുടെ ഭാഗങ്ങൾ, റഷ്യ, കസാഖിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ, പിന്നെ സോവിയറ്റ് യൂണിയനിൽ പെട്ടിരുന്ന മറ്റു രാഷ്ട്രങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ, പിന്നെ വരുന്ന സ്ഥലത്ത് നോർവേ അങ്ങനെയുള്ള പ്രദേശങ്ങൾ, ഫിൻലൻഡ് തുടങ്ങിയ പ്രദേശങ്ങൾ, അവിടെയൊക്കെയാണ് നമ്മൾ പറയാറുള്ള ഈ ഒറോറോ ബോറിയാലിസ് കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഈ നോർവേയും ഇതൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ജപ്പാന്റെ
വടക്കൻ പ്രദേശങ്ങൾ, ഇത്രയും ഭാഗങ്ങൾ, ഈ സ്ട്രെച്ചാണ് നമ്മുടെ ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് നോക്കാം. ഇത് ആ പിക്ചർ ഒന്ന് ക്ലാരിറ്റി കാണിച്ചേക്കുന്നതേ ഉള്ളൂ. സെയിം സാധനം, അത് മാത്രമായിട്ട് എടുത്ത് കാണിച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇന്ത്യയൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ എങ്ങും, ഈ ഭാഗത്ത് എങ്ങും വരുന്നില്ല. സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങും ഇല്ല, അല്ലെ? ഇവിടെ വെച്ച് ഈ ഇക്വേറ്റർ വരുന്നു. സദേൺ ഹെമിസ്ഫിയർ ഇതാണ്. ഓസ്ട്രേലിയയൊക്കെയാണിത്. ലാറ്റിൻ അമേരിക്കയുടെ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ ഭൂഖണ്ഡമാണിത്. അതിന്റെ ഭാഗത്ത് എങ്ങും ഇല്ല. ഇവിടെയൊക്കെ ടെമ്പററി ഫോറസ്റ്റ് ആണ്. ആകെ ഉള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഒരു വലിയ ഏരിയയാണ്. പക്ഷെ ഈ ഏരിയ വളരെ ലാർജാണ് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രൊജക്ഷനാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, കോണിക്കൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ആ രീതിയിലുള്ള അപ്പിയറൻസ് കാണിച്ചിരിക്കുകയാണ്, മാപ്പ് കാണിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഗ്ലോബിന്റെ തെക്കൻ മുനമ്പ്, അതായത് ആർട്ടിക് ഓഷ്യൻ ഇവിടെ, ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ കാണപ്പെടും? റഷ്യയുടെ വലിയ ഭാഗം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ആ വലിപ്പം, റഷ്യ എത്രത്തോളം ഈ പ്രദേശം ഉൾക്കൊള്ളുന്നുള്ള വലിപ്പം മനസ്സിലാകുന്നത്. ഈ പ്രദേശങ്ങൾ മുഴുവൻ റഷ്യയുടേതാണ്. അപ്പൊ പിന്നെ യൂറോപ്പിന്റെ, ഇതാണ് യുറേഷ്യ നമ്മൾ പറയുന്നത്, യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പൊ ഈ റഷ്യയുടെ താഴോട്ട്, ഈ ചൈന കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് എവിടെയാണ് ഇന്ത്യ വരുന്നത്. പക്ഷെ നമ്മൾ നോർത്ത് പോളിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് നോർത്ത് പോള്, കറക്റ്റ് പോൾ ഇതാണ്. ഇവിടുന്ന് ഗ്ലോബിന്റെ താഴേക്ക് നോക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഈ പിക്ചർ കാണുന്നത്. കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഈ റഷ്യയുടെയൊക്കെ ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാനഡ, US-ന്റെ ഒക്കെ ഭാഗങ്ങൾ വരുന്നത്. അപ്പൊ ഇത്രയും പ്രദേശങ്ങളാണ്, ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പ്രദേശങ്ങളാണ് നമ്മുടെ ടൈഗ അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റിന്റെ ഭാഗം. ഒരു ഇല്ലസ്ട്രേഷൻ കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി. ഇനി മനസ്സിലായില്ല, ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലായില്ല എന്ന് പറയരുത്, ഓർക്കുക. അമേരിക്ക, കാനഡ വരുന്ന പ്രദേശത്തിന്റെ നോർത്തേൺ അറ്റത്ത് കുറെ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾ. വീണ്ടും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് യുറേഷ്യ എന്ന് പറയുന്ന ഭാഗത്തിന്റെ, ചൈനയുടെ ഒക്കെ മുകളിൽ റഷ്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇവിടെ ജപ്പാന്റെ കുറച്ച് പ്രദേശം വരും ഈ പ്രദേശത്ത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, ഇവിടെയൊക്കെയാണ് നോർവേ കാണുന്നത്, ഫിൻലൻഡ് തുടങ്ങിയ പ്രദേശം. ഇവിടെ സ്കോട്ട്ലൻഡ്, ഇവിടെ വരുമ്പോഴത്തേക്ക് അമേരിക്ക, ബ്രിട്ടന്റെ ഭാഗമാകും, സ്കോട്ട്ലൻഡിന്റെ ഭാഗം, കുറച്ച് ഭാഗങ്ങൾ, നോർത്തേൺ പാർട്ട് ഓഫ് സ്കോട്ട്ലാൻഡ്. അപ്പൊ ഈ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈഗ അഥവാ ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ആൽപൈൻ ഫോറസ്റ്റ് എന്ന വാക്കും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഈ ആൽപൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഫോറസ്റ്റ് ടൈപ്പിനെ ഉദ്ദേശിച്ചുള്ളതാണ്. അത് ഈ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നമ്മൾ പറയുന്നത്. ഫോറസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ആൽപൈൻ എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം പലപ്പോഴും ഈ ക്ലൈമറ്റ് ഏരിയ ഇവിടെയാണ്, ആക്ച്വൽ ഏരിയ ഇവിടെയാണെങ്കിലും ഇതേ ക്ലൈമറ്റ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന്റെ മണ്ടയിൽ കാണാൻ പറ്റും. കാരണം എന്താണ്? ഈ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും, ഹൈറ്റ് കൂടുന്തോറും, നമ്മൾ ഈ ഒരു വലിയ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്ന് മുകളിലേക്ക് കയറി പോകും തോറും നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് നോർത്തേൺ പോളിലേക്ക് നടക്കുന്നതിന് തുല്യമായ, മൂവ് ചെയ്യുന്നതിന് തുല്യമായ ഒരു അനുഭവമാണ് ഉണ്ടാവുക. ആദ്യം നമുക്ക് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കാണാം, പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റ് കാണാം, പിന്നെ സബ് ആർട്ടിക് റീജിയൻസ്, നമ്മൾ ഈ പറഞ്ഞ ബോറിയൽ ഫോറസ്റ്റ് കാണാം. ഏറ്റവും മണ്ടയിൽ ടണ്ട്ര എന്ന് പറയുന്ന ആർട്ടിക് റീജിയൻസ്, വെറും മഞ്ഞും വളരെ കുറച്ച് പ്ലാന്റ്സും അതിനകത്ത് ഉള്ള ഓർഗാനിസംസും ഒക്കെ ഉള്ള റീജിയൻസ് കാണാം. ഇതേ രീതി തന്നെയാണ് നമ്മൾ ഹിമാലയത്തിന്റെ താഴെ നിന്ന് കയറിയാലും. താഴെ വളരെ ഡൈവേഴ്സിറ്റി ഉള്ള റീജിയൻസ് ആണ്. മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേറ്റ് ഫോറസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ബോറിയൽ ഫോറസ്റ്റ്, ഏറ്റവും മുകളിലെത്തുമ്പോൾ മഞ്ഞ് മാത്രം മൂടിക്കിടക്കുന്ന സ്ഥലവും കാണാൻ പറ്റും. അപ്പൊ ഇത് ആൾട്ടിറ്റ്യൂഡ് റിപ്പീറ്റ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആൾട്ടിറ്റ്യൂഡ് മുകളിലേക്ക് പോകുന്തോറും ലാറ്റിറ്റ്യൂഡ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ ഈ ലാറ്റിറ്റ്യൂഡിന്റെ സ്വഭാവം. ലാറ്റിറ്റ്യൂഡ് റിപ്പീറ്റ് ചെയ്യുന്നല്ല, ലാറ്റിറ്റ്യൂഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ, ട്രോപ്പിക്കൽ ഏരിയയുടെ പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ചാൽ, ട്രോപ്പിക്കൽ ലാൻഡാണ് നമ്മുടേതെങ്കിലും നമ്മുടെ പ്രദേശത്തുള്ള ഒരു വലിയ പർവ്വതം മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ എല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ടെമ്പറേറ്റ് റീജിയൻസിൽ ഒരു കാരണവശാലും നമ്മുടെ കാലാവസ്ഥ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. നമ്മുടെ ഡൈവേഴ്സിറ്റി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. അപ്പൊ അത് ഓർത്തിരിക്കണം. അപ്പൊ ഈ ആൽപൈൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഈ ബോറിയൽ ഫോറസ്റ്റിൽ ഉൾപ്പെട്ട പ്ലാന്റ്സിനെ നമ്മൾ ആൽപൈൻ ട്രീസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ആ ആൽപൈൻ എന്ന വാക്കിന് ബോറിയൽ ഫോറസ്റ്റ് ആവണമെന്നില്ല. നമ്മുടെ ഹിമാലയത്തിന്റെ മുകളിലും ആൽപൈൻ ക്ലൈമറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഹിമാലയൻ റീജിയൻസിൽ നമുക്ക് ആൽപൈൻ ക്ലൈമറ്റ് ഉണ്ട്.
അപ്പൊ അതാണ് ആൽപൈനും ബോറിയലും തമ്മിലുള്ള വ്യത്യാസം, പ്രയോഗത്തിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓർഗാനിസംസും വെജിറ്റേഷനും ഒക്കെ ഏകദേശം സിമിലർ ആയി എന്ന് വരാം, പക്ഷെ അവ തമ്മിൽ അടിസ്ഥാനപരമായിട്ടൊരു പ്രധാന വ്യത്യാസമുള്ളത് ഇതാണ് എന്നുള്ളത് നോക്കുക. ആൽപൈൻ ക്ലൈമറ്റ് ആണ്, ആൽപൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്ലൈമറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ബോറിയൽ എന്ന് പറയുമ്പോൾ വടക്ക് എന്ന വാക്കിൽ തന്നെയുണ്ട്, അത് നമ്മുടെ ഉത്തര ധ്രുവത്തോട് ചേർന്നുള്ള പ്രദേശത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് എന്നുള്ളത് ഓർക്കുക. ടൈഗ എന്ന് പറയും. ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ടു ട്രൈഗ എന്നേ നമ്മൾ ഹിമാലയത്തെ പറ്റി പറയാറുള്ളൂ, പക്ഷെ ടൈഗ അവിടെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആൽപൈൻ എന്ന വാക്ക് രണ്ടിടത്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, പല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നുള്ളതേ ഉള്ളൂ, സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ദീസ് ആർ ദ റീജിയൻസ്. സോ നമുക്ക് എങ്ങനെ പറയാം, ദിസ് ഇസ് ലാർജ്ലി എ സോൺ ഓഫ് ഫോറസ്റ്റ്. ഇത് ഒറ്റ സ്പീഷീസ് ആയിരിക്കും. പലപ്പോഴും ഈ റീജിയൻ മുഴുവൻ കാണപ്പെടുന്നത് ഒറ്റ സ്പീഷീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കോണിഫറസ് പ്ലാന്റ്സ് ഒരു സൈഡിൽ, പിന്നുള്ളത് ലാർജ് സ്പ്രൂസ് എന്നറിയപ്പെടുന്ന പോപ്പുലസ് എന്ന് പറയുന്ന എന്റെ സ്പീഷീസിന്റെ ഒരു ഭാഗം, അതാണ് ഉള്ളത്. കോണിഫറസ് ട്രീസിൽ ആൽഡർ, ബിർച്ച്, ജൂനിപ്പർ തുടങ്ങിയ പ്ലാന്റ്സിന്റെ കൂട്ടങ്ങൾ കാണാം. പിന്നെ അത് ഓരോന്നും ഓരോ സ്പീഷീസ് ഉണ്ടെങ്കിൽ ഒരു ലാർജ് ഏരിയ മുഴുവൻ ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസ്, വേറൊരു കുറച്ച് സ്ഥലത്ത് ആ സ്പീഷീസ് മാത്രം. അങ്ങനെയാണ് പലപ്പോഴും മോണോ സ്പീഷീസ് ആയിട്ടാണ് ഈ റീജിയൻസ് മുഴുവൻ കാണപ്പെടുന്നത്. പിന്നെ ഒരുപാട് വെർട്ടിബ്രേറ്റ്സ് നമ്മൾ കാണാം അങ്ങോട്ട് പോകുമ്പോൾ. ആനിമൽസും ഒക്കെ ഇതിനകത്തുണ്ട്. ആനിമൽസ് ഇല്ല എന്ന് കരുതരുത്. ഒരുപാട് ഹെർബിവോറസ് ആയിട്ടുള്ളതും കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ നമുക്ക് ഇവിടെ കണ്ടുമുട്ടാൻ സാധിക്കും. അപ്പോൾ ഏരിയ നമ്മൾ പറഞ്ഞേക്കുന്നു, ടൈഗ എന്ന് പറയുന്നത് ഏതാണ്ട് 17 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരുന്ന ഒരു വലിയ ഏരിയ ആണ്. ടോട്ടൽ ലാൻഡിന്റെ 11% ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഏതാണ്ട് 33% ടോട്ടൽ ഫോറസ്റ്റും ഇതിനകത്ത് വരും എന്നുള്ളതാണ്. ഇനി ഈ 11% എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ് 33%, പക്ഷെ ഏരിയ 11% ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ, പക്ഷെ ഏറ്റവും വലിയ ബയോം എന്ന് പറയുന്നത് ഇതല്ല, സീറോഫൈറ്റിക് ബയോമാണ്. നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിനെ പറ്റിയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നതിന് ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഐഡിയ ആണ്. അത് കിട്ടുന്ന ഓർത്തിരിക്കുക. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് അല്ലെ, ഭൂമി ഏറ്റവും കൂടുതലുള്ള വെള്ളമാണ് അല്ലെ. വളരെ 30% അടുത്തേ കരയുള്ളൂ. ആ കരയിൽ തന്നെ വലിയ ഏരിയ എന്ന് പറയുന്നത് മരുഭൂമികളാണ്, ഡെസേർട്സ് ആൻഡ് സീറിക് ഷ്രബ്സ് ഉള്ള സ്ഥലമാണ്. ബാക്കിയുള്ളതിൽ തന്നെ ഏതാണ്ട് 11% ഇത്തരം ധ്രുവങ്ങളോട് ചേർന്ന പ്രദേശമാണ്. ബാക്കി വളരെ കുറച്ച് സ്ഥലമാണ് നമ്മൾ ഈ കിടന്ന് കളിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്തായാലും റഷ്യയിലും കാനഡയിലുമാണ് ഈ ബോറിയൽ ഫോറസ്റ്റ് കൂടുതൽ കാണപ്പെടുന്നത്. ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 to 5 ഡിഗ്രി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആ ടെമ്പറേച്ചറിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ സ്വഭാവം മനസ്സിലാകുമല്ലോ. ആവറേജ് നമുക്ക് പറയാവുന്നത് -5 to 5 ഡിഗ്രി, അതായത് 0 ഡിഗ്രിയാണ് ഏകദേശം അവിടുത്തെ കൃത്യമായ ആവറേജ് പറഞ്ഞാൽ. അതുപോലെ തന്നെ സൈബീരിയൻ ടൈഗ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭാഗമായിട്ടുള്ള വടക്കോട്ട് ചേർന്നുള്ള പ്രദേശമാണ്. നമുക്കറിയാം സൈബീരിയ ആണ് ഏറ്റവും വടക്കുള്ള പ്രദേശം, മനുഷ്യവാസവും കൃഷിയുമുള്ള സ്ഥലം. അവിടെ കോൾഡസ്റ്റ് മന്ത് എന്ന് പറയുന്നത് -6 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. പലപ്പോഴും അത് -50 വരെ താഴാറും ഉണ്ട്. അപ്പൊ ആ ആവറേജ് എന്ന് പറയുന്നത് സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഗ്രോയിങ് സീസൺ എന്ന് പറയുന്നത് എത്ര നാൾ ചെടി വളരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഈ 24 അവർ ആവറേജ് ടെമ്പറേച്ചർ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു +5 ഡിഗ്രിയാണ് അവിടുത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ കിട്ടുന്ന സമയത്തെയാണ് നമ്മൾ ഗ്രോയിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ നോർമൽ ടെമ്പറേച്ചറിലേക്ക് 20-25 എത്തുന്നതല്ല. ഈ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നത് ഏതാണ്ട് 80 മുതൽ 180 ദിവസം വരെ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ടെമ്പറേറ്റ് ക്ലൈമറ്റിനോട് അടുത്തുള്ള പ്രദേശങ്ങൾ ചിലപ്പോൾ 100 മുതൽ 140 ദിവസം വരെ കിട്ടിയെന്നിരിക്കാം. അപ്പൊ ഈ റേഞ്ച് 80 to 180 ഡേയ്സ് എന്നുള്ള വലിയ റേഞ്ചാണ് നമ്മൾ പറയുന്നത് ഈ ഗ്രോയിങ് സീസൺ എന്ന് പറയുന്നത്. എന്നാൽ ക്ലോസ്ഡ് കനോപ്പി വരുമ്പോഴത്തേക്ക്, ക്ലോസ്ഡ് കനോപ്പി എന്ന് വെച്ചാൽ വൃക്ഷങ്ങൾ കൂടെ. അപ്പൊ ഓർത്തിരിക്കേണ്ടത്, ഈ തെക്കൻ പ്രദേശത്തേക്ക് വരുമ്പോഴത്തേക്ക് വൃക്ഷങ്ങളുടെ വളർച്ച, അതുപോലെ ആൻജിയോസ്പേംസിന്റെ പ്രസൻസ് ഒക്കെ കൂടി വരികയും പോളിലേക്ക് പോകും തോറും ഈ ജിംനോസ്പേംസ് മാത്രമായി തീരുന്നു. പിന്നീട് ജിംനോസ്പേംസ് തന്നെ വളരെ സ്പെയർ ആയിട്ട് മാത്രം, വളരെ അപൂർവമായിട്ട് കാണുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. പിന്നെ വെറും മഞ്ഞായി മാറുന്നു. ഈ രീതിയിലുള്ള ട്രാൻസിഷൻ ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ റേഞ്ച് പറയുന്നത്.
അപ്പൊ ഈ ലോങ്ങസ്റ്റ് ഗ്രോയിങ് സീസൺ എന്ന് പറയാവുന്ന റീജിയൻസിൽ നമുക്ക് കാണാവുന്നത് 140 മുതൽ 180 ദിവസം വരെയാണ്, അതായത് പകുതിയിൽ താഴെ. എന്നാൽ പോളിനോട് ചേർന്ന്, നോർത്ത് പോളിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാവുന്നത് 50 മുതൽ 70 ദിവസം വരെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാം. ഇനി ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് 50 മുതൽ 70 ദിവസം വരെ ഗ്രോയിങ് സീസൺ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, അവിടെ സൂര്യൻ ഉദിക്കാത്ത 6 മാസമുണ്ട്. 6 മാസത്തോളം സൂര്യൻ ഹൊറൈസണിന് മുകളിലേക്ക് എത്തുന്നേയില്ല, അതായത് സൂര്യോദയം തന്നെ ഇല്ല. 6 മാസം ഇരുട്ടാണ്. അടുത്ത 6 മാസം, സമ്മർ എന്ന് പറയുന്ന 6 മാസം കണ്ടിന്യൂസ് സൂര്യപ്രകാശം ഉണ്ടാവും, ചൂടുണ്ടാവില്ല, സൂര്യപ്രകാശം ഉണ്ടാവും. ആ സൂര്യൻ ഉദിച്ച് അവിടെ തന്നെ അസ്തമിച്ച് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നേരെ മുകളിലേക്ക് വരുന്ന അനുഭവം ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതാണ് നമ്മുടെ ഗ്രോയിങ് സീസൺ. എക്സ്റ്റെൻഡഡ് സമ്മർ ഫോർ 6 months വേർ ദ ടെമ്പറേച്ചർ റൈസ് അപ് ടു 5 degrees Celsius എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ഇത്രയാണ്. സൂര്യനൊന്നും കാണാൻ പറ്റും മുകളിൽ എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ മഴ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണെന്ന് പറഞ്ഞു. 20 മുതൽ 75 വരെയാണ് സാധാരണഗതിയിൽ മഴ പെയ്യുന്നത്. കുറച്ചുകൂടെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 1000 millimeter, അതായത് 100 centimeter വരെ എത്താം. അതാണ് മാക്സിമം നമുക്ക് കിട്ടാവുന്നത്. സ്നോഫാൾ ഉണ്ടാവും, പക്ഷെ സ്നോഫാൾ ഉണ്ടായുള്ള കുഴപ്പം സ്നോ അവിടെ തന്നെ കിടക്കും, സൈക്ലിങ്ങിന് വിധേയമാകുന്നില്ല. അത് 8-9 മാസം വരെ അത് സ്നോ ആയിട്ട് തന്നെ കിടക്കും എന്നുള്ളതാണ്. ഗ്ലേസിയേഷൻ എന്ന് പറയുന്നത്, ഗ്ലേസിയേഷൻ അറിയാമല്ലോ, ഒരു കാലത്ത് അല്ലെ ഭൂമി മുഴുവൻ ഗ്ലേസിയേഷൻ നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഗ്ലേസിയേഷൻ പീരീഡ് കഴിയുകയും മഞ്ഞ് മുഴുവൻ ഉരുകി സമുദ്രങ്ങൾ ഫോം ചെയ്യുകയും ചെയ്തപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പോളാർ റീജിയനിലെ ഐസും കാലക്രമേണ ഉരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് അതിന്റെ ഡിസ്റ്റർബൻസിനെ പറ്റി പറയും. അതായത് ഇപ്പോൾ കാണപ്പെടുന്ന ഈ ടൈഗ അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റ് എക്സ്പോസ്ഡ് ആയിട്ട്, ഗ്ലേസിയേഷൻ ഒഴിഞ്ഞു പോയിട്ട് അധികം കാലമായിട്ടില്ല എന്ന് നമുക്ക് അടുത്ത ഫോറസ്റ്റ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഏത് ഫോറസ്റ്റ് എടുത്താലും, അവിടുത്തെ ഏത് ഫോറസ്റ്റ് എടുത്താലും ആ ഫോറസ്റ്റ് ഒക്കെ വളരെ വളരെ റീസെന്റ് ആണ്. ഡൈവേഴ്സിറ്റി ഒക്കെ നോക്കുമ്പോൾ, ഫോറസ്റ്റ് സ്ട്രക്ചർ നോക്കുമ്പോൾ, ട്രീസിന്റെ ഏജ് നോക്കുമ്പോഴൊക്കെ വളരെ വളരെ റീസെന്റ് ആണെന്ന് പറയാം. ഇതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ഗ്ലേസിയേഷൻ മാറിയിട്ട് ഒരു വലിയ ഫോറസ്റ്റ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവല്യൂഷനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കണ്ടിന്യൂസ് ഫോറസ്റ്റ് ഫയർ. ഒരു 200 വർഷത്തിനകം വെച്ച് ഇടയ്ക്ക് വെച്ച് ഒറ്റ പ്രാവശ്യമെങ്കിലും എല്ലായിടവും കത്തിയിരിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ ഗ്ലേസിയേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ഈ ഗ്ലേസിയേഴ്സ് റിസീഡ് ചെയ്തിട്ട് അധികം കാലമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ടൈഗ സോയിൽ എങ്ങനെയുള്ളത് വളരെ അപൂർവമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടൈഗ സോയിൽ എങ്ങനെയാണുള്ളതാണെന്ന് നമ്മൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പറഞ്ഞപ്പോഴും ടെമ്പറേറ്റ് ഫോറസ്റ്റ് പറഞ്ഞപ്പോഴും സോയിലിനെ പറ്റി പറഞ്ഞു. ഇവിടുത്തെ സോയിലും ശ്രദ്ധിക്കുക. ഇവിടുത്തെ സോയിലിന്റെ പ്രത്യേകത എന്തായിരിക്കും നമുക്ക് ഊഹിച്ചു പറയാവുന്നതേ ഉള്ളൂ. ഒന്ന്, അവിടെ അധികം ആഴത്തിലുള്ള ഓർഗാനിക് റിച്ച് മെറ്റീരിയൽസ് ഇല്ല. കാരണം അവിടെ വീഴുന്ന സാധനങ്ങളെല്ലാം തന്നെ അഴുകാതെ, ഡീകമ്പോസ് ചെയ്യാതെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ കോൾഡ് ക്ലൈമറ്റ് ആണ്. അവിടെ ബാക്ടീരിയങ്ങളുടെയോ മറ്റ് ഓർഗാനിസംസിന്റെയോ ഡീകമ്പോസേഴ്സിന്റെ ആക്ടിവിറ്റി വളരെ വളരെ കുറവാണ് ഈ ഫ്രീസിംഗ് ടെമ്പറേച്ചറിൽ. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യാനുള്ള ഓർഗാനിസംസ് ഇല്ലാത്തതുകൊണ്ട് അവയെല്ലാം അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. രണ്ടാമത്, ഡെസിഡിയസ് ട്രീസ് കുറവാണ്. അതായത് ഇലപൊഴിയും കാടുകൾ വളരെ കുറവാണ്. എല്ലാം ഈ തിക്ക് ലീവ്ഡ് ജിംനോസ്പേംസ് ആണ്. അപ്പോൾ അവ ഇല കൊഴിക്കുന്നില്ല. ഇല കൊഴിക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവയ്ക്ക് അവിടെ ഈ ഓർഗാനിക് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് വരുന്നില്ല. അഥവാ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ ഈസ് നോട്ട് ദയർ ഇൻ ദ സോയിൽ. സോ അവിടെ മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ടിവിറ്റി കുറവായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഈ മോസിന്റെ ഒക്കെ ലീഫ് ഒരുപാട് വർഷങ്ങൾ അവിടെ തന്നെ കിടക്കും. കാര്യം കൂൾ ക്ലൈമറ്റ് ആണ് എന്നുള്ളത് കൊണ്ട്. മാത്രമല്ല, ഇതിനകത്തൊക്കെ ഒരുപാട് സെക്കൻഡറി മെറ്റബോളൈസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരു അഡാപ്റ്റേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഈ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യാനാണെന്ന് പറയാം. ഏത് തരത്തിൽ നോക്കിയാലും ഇത് അതിന്റെ അഴികളിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കാര്യം ഒരുപാട് മൈക്രോ ഓർഗാനിസംസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ എവർഗ്രീൻ നീഡിൽസ്, പൈനസിന്റെ ഒക്കെ നീഡിൽ കൊഴിഞ്ഞു വീണാൽ അഴുകാതെ കിടക്കുന്ന, പച്ച നിറത്തിൽ തന്നെ മണ്ണിൽ കിടക്കുന്ന ഈ എവർഗ്രീൻ നീഡിൽസും മണ്ണും കൂടെ ചേർന്ന് ഒരു പ്രത്യേക തരം സോയിൽ അവിടെ ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നത് സ്പോഡോ സോയിൽ എന്നാണ്. പോഡ് സോൾ എന്ന് വിളിക്കാറുണ്ട്.
മാത്രമല്ല ഈ നീഡിലെല്ലാം തന്നെ നമുക്ക് പൈനസിന്റെ ഒക്കെ നീഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടാവും, ഒരു ചെറിയ പുളിപ്പുണ്ടാവും, അതിനകത്ത് ഒരുപാട് ഷോർട്ട് ചെയിൻ ആസിഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, ഒരുപാട് ഓർഗാനിക് ആസിഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഡെപ്പോസിറ്റ്സും ഒരു പരിധിവരെ മണ്ണിനെ അസിഡിക് ആക്കി മാറ്റുന്നു, മറ്റ് ആക്ടിവിറ്റീസ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ സോയിലിനെ പറ്റി പറഞ്ഞാൽ ഇങ്ങനെ അധികം ഡൈവേഴ്സിറ്റി ഇല്ലാത്ത ഓർഗാനിക് മാറ്റർ, അഴുകാത്ത ഓർഗാനിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ബയോളജിക്കൽ മെറ്റീരിയൽസ് ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുള്ള ഒട്ടും ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാം, ചുരുക്കി പറയാം. ഫ്ലോറ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് 2 തരം ഫ്ലോറ ആണുള്ളത്. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ടെമ്പറേറ്റ് പറഞ്ഞപ്പോൾ പലരും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള ഫ്ലോറയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഒന്ന് എന്ന് പറയുന്നത് ഈ ബോറിയൽ ഫോറസ്റ്റിന് തന്നെ അല്ലെങ്കിൽ ബോറിയൽ ക്ലൈമറ്റിലെ തന്നെ തെക്കൻ പ്രദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡെസിഡ്യൂസ് ആയിട്ടുള്ള പ്ലാന്റ്സ് കാണാൻ പറ്റും. അതായത് ഇല പൊഴിയുന്ന ആൻജിയോസ്പേമിൽപ്പെട്ട ബ്രോഡ് ലീവ്ഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞതിന്റെ ഒരു കൂട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ വടക്കോട്ട് പോകും തോറും അവിടെ തിക്ക് ജിംനോസ്പേംസ് മാത്രം ആയിട്ട് വരുന്നു അല്ലെ. അപ്പൊ 2 റീജിയൻസ് നമുക്ക് പറയാവുന്നത് ഹൈ ബോറിയൽ ഓർ നോർത്തേൺ ബോറിയൽ റീജിയൻസ് വേർ നോ angiosperms are present. But middle boreal എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൻസ് ജിംനോസ്പേംസ്. നോർത്ത് അറ്റത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒട്ടും ജിംനോസ്പേംസ് വളരെ സ്പേഴ്സ് ആയിട്ടേ ഉള്ളൂ. ഡെൻസ് ജിംനോസ്പേംസ് ഉള്ള മിഡിൽ റീജിയൻ. സദേൺ റീജിയൻ വരുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് കനോപ്പി വരത്തക്ക വിധത്തിൽ തിക്കായിട്ട് ജിംനോസ്പേംസും ഒപ്പം വളരെ കുറച്ച്, അതായത് സ്കാൻഡിനേവിയ, റഷ്യ തുടങ്ങിയ പ്രദേശങ്ങളുടെയൊക്കെ ചില പ്രദേശങ്ങളിൽ സബ് സോൺസിൽ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ആൻജിയോസ്പേംസും വളരുന്നുണ്ട്. ഇങ്ങനെ 3 റീജിയൻസ് നമുക്ക് കാനഡയിലും പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ടൈഗയെ നമ്മൾ 2ആയിട്ടാണ് നമ്മൾ പറയുക. ഒന്ന് ഡെൻസ് സൈഗ അല്ലെങ്കിൽ കനോപ്പി ഫോറസ്റ്റ് ആയിട്ടും, പിന്നെ സ്പേഴ്സ് ടൈഗ അഥവാ ജിംനോസ്പേംസ് തന്നെ വളരെ ഡിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ടുമാണ് നമ്മൾ പറയുന്നത്. ഈ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരാറുണ്ട്. ജനറൽ ആയിട്ട് പറയുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുക. അതേസമയത്ത് ഈ അഗ്രികൾച്ചർ നടക്കുന്ന പ്രദേശങ്ങൾ വേറൊരു റീജിയൻ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്. കാനഡ തുടങ്ങിയ പ്രദേശങ്ങൾ, അത്രയേ ഉള്ളൂ. കാനഡയുടെ അഗ്രികൾച്ചർ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഒരുപാട് ഇന്ത്യൻ കർഷകർ പഞ്ചാബിൽ നിന്നൊക്കെ ഒരുപാട് പേര് കുടിയേറി വൻതോതിൽ കൃഷി നടത്തുന്ന സ്ഥലമാണ് കാനഡ എന്നുള്ളതും മറക്കരുത്. ഒരുപാട് കൃഷി സ്ഥലങ്ങളുള്ള സ്ഥലമാണ്. ആ പ്രദേശങ്ങളിലേക്ക് കുറച്ചുകൂടെ തെക്കോട്ട് വരുമ്പോഴത്തേക്ക് അത്തരം പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും മറ്റൊരു കാര്യം, ഒരുപാട് തരം ബെറീസ്, ടെമ്പറേറ്റ് ബെറീസ് ഈ പ്രദേശങ്ങൾ വളരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ സ്ട്രോബെറിയുടെ വർഗത്തിൽപ്പെട്ട ഒരുപാട് ചെടികൾ, ഒരുപാട് ബെറീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഞാൻ കുറച്ച് 2 എടുത്തതേ ഉള്ളൂ. നിരവധി ബെറീസിന്റെ എക്സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഞാൻ ആ പിക്ചർ ആദ്യം കാണിച്ചതാണ്. ഇതാണ് ഒരു അപ്പിയറൻസ്. ഇപ്പൊ ഈ മഞ്ഞും മണ്ണും കൂടെ ചേർന്നുള്ള ഈ പ്രദേശത്ത് നമ്മൾ പെർമാഫ്രോസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. കുറച്ചുകൂടെ വടക്കോട്ട് ചെല്ലുമ്പോൾ തുന്ദ്ര റീജിയൻസ് എത്തുമ്പോഴത്തേക്ക് ഈ ബോറിയൽ ഫോറസ്റ്റിന്റെയും വടക്കൻ പ്രദേശത്തെ നമുക്ക് ഇത്തരം റീജിയനായിട്ട് കണക്കാക്കാം. വീണ്ടും പറഞ്ഞല്ലോ, കോണിഫറസ് പ്ലാന്റ്സും ലാർജ് സ്പ്രൂസ് തുടങ്ങിയ അപൂർവം ചില ഡെസിഡ്യൂസ് പ്ലാന്റ്സുമാണ് അവിടെ കാണാറുള്ളത്. പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊക്കെയാണ് ഈസ്റ്റേൺ കനേഡിയൻ ഫോറസ്റ്റിനകത്ത് നമുക്ക് കാണാവുന്ന ജിംനോസ്പേംസ് എന്ന് പറയുന്നത് അബിസ് ബൽസാമിയ, പൈനസ് തുടങ്ങിയവയൊക്കെയാണ്. എന്നാൽ പിസിയ മരിയാന, ലാരിക്സ് ലാർസിന തുടങ്ങിയവയൊക്കെ തുടങ്ങിയവയും നമുക്ക് കുറച്ചുകൂടെ നോർത്തേൺ റീജിയൻസ് ഓഫ് കാനഡ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ജാക്ക് പൈൻ എന്നൊക്കെ പറയുന്ന ട്രീസ്. ജാക്ക് പൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജാക്ക് പൈനിന്റെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സീഡ് കോട്ട് പൊട്ടണം. അത് പൊട്ടണമെങ്കിൽ ഫോറസ്റ്റ് ഫയറിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാലേ അത് ജെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കുറച്ചുകൂടെ സദേൺ റീജിയനിലേക്ക് വരുമ്പോൾ ഗ്രാസ് ലാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. പിന്നെ ബ്രോഡ് ലീവ്ഡ് പ്ലാന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറയും. ബ്രോഡ് ലീവ്ഡ് വെച്ചാൽ ആൻജിയോസ്പേംസ്, തെക്കൻ പ്രദേശത്തോട് ചേർന്ന് ബ്രോഡ് ലീവ്ഡ് പ്ലാന്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലുള്ള ട്രീസ് തന്നെയാണ് ബിർച്ച്, ആസ്പെൻ, വില്ലോ തുടങ്ങിയവയൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ വൈൽഡ് ഫയേഴ്സ് ഇവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞത്. ഇവിടങ്ങളിലൊക്കെ പറഞ്ഞല്ലോ ജിംനോസ്പേംസിന്റെ ഒക്കെ നീഡിലിനകത്ത് ഒരു ഓയിലുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കിടക്കുമ്പോൾ ഈ ഓയില് പലപ്പോഴും പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. ഈ സമ്മർ സീസണൊക്കെ എത്തുമ്പോഴത്തേക്ക്, സമ്മർ റീജിയനിലൊക്കെ വരുമ്പോഴത്തേക്ക് മഞ്ഞൊക്കെ ഒന്ന് മാറി തണുപ്പ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ തീ പിടിക്കുകയും
തീ പിടിക്കുകയും വെള്ളം തീ അടങ്ങിയ ഒരു തണുപ്പ് വലിയ പ്രശ്നമാണെന്ന് കരുതരുത്. തീ പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വൻതോതിൽ തീ പിടിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ കാട്ടുതീ ഉണ്ടായിട്ടുള്ളത് അവിടങ്ങളിലാണ്. തീ പിടിക്കുകയും ആ പ്രദേശം മുഴുവൻ കരിഞ്ഞു പോവുകയും ചെയ്യും. അത് പീരിയോഡിക്കലായിട്ട് നടക്കുന്ന ഒരു ഫിനോമിനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു അപകടമായിട്ടോ ഒരു പ്രകൃതി വിരുദ്ധമായ കാര്യമായിട്ടല്ല, നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് അഴുകാനോ പൊടിയാനോ പ്രകൃതിയോട് ചേരാനോ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഒരു അഡാപ്റ്റേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഒരു 20 വർഷം മുതൽ 200 വർഷത്തിനിടയ്ക്ക് വെച്ച് ഒരു പ്രാവശ്യം തീപിടുത്തം എല്ലാ പ്രദേശത്തും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തീപിടുത്തം അതിന്റെ ആ പ്രദേശത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 ടൈപ്പ് ഓഫ് ട്രീസ് ആണുള്ളത്. ഒന്ന് ജിംനോസ്പാംസ്. ജിംനോസ്പാംസ് എന്ന് പറയുന്നത് എവർഗ്രീൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞ സ്കെയിൽ ലീവ്സ് പോലുള്ള ലീവ്സ് അല്ലെങ്കിൽ നീഡിൽസ് ഉള്ളവയായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ബ്ലാക്ക് സ്പ്രൂസ് എന്ന് പറയുന്നതാണ് പിസിയ മാരിയാന. വൈറ്റ് സ്പ്രൂസ് എന്ന് പറയുന്നത് പിസിയ ഗ്ലോക്ക. ജാക്ക് പൈൻ എന്ന് പറയുന്നത് ജാക്ക് പൈൻ ആണെന്ന് പറഞ്ഞത് പൈനസ് ബാങ്സിയാന, പൈനസിന്റെ സ്പീഷീസ് ആണ്. ഇതിന്റെ സീഡ് ജെർമിനേറ്റ് ചെയ്യാനാണ് ഒരു നിർബന്ധമായിട്ടും ഫോറസ്റ്റ് ഫയർ വേണം നമ്മൾ പറഞ്ഞത്. പിന്നെ അബീസ് ബൽസാമിയ നമുക്കറിയാം, പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. അബീസ് ബൽസാമിയ കൊച്ചു ക്ലാസ് തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഇത്തരം ഫോറസ്റ്റുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ജിംനോസ്പാംസ് ആണ്. ആൻജിയോസ്പാംസിൽ വരുമ്പോൾ ഓർക്ക്, ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പലർക്കും അത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഡെസിഡിയസ് ആയിട്ട് ആൻജിയോസ്പാംസ് ആണെങ്കിൽ അവ ഇല കൊഴിഞ്ഞിരിക്കും. ഇല കൊഴിയാത്തത് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത്തരം എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ആൻജിയോസ്പാം എത്തിക്കഴിഞ്ഞാൽ ഇതിന് അഡാപ്റ്റഡ് ആവുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം ഇലയെല്ലാം കൊഴിഞ്ഞ് മഞ്ഞുകാലത്ത് വെറും തടിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അങ്ങനെയുള്ള ഡിസിഡിയസ് പ്ലാന്റ്സ് ആണ്. പ്രത്യേകിച്ച് വൈറ്റ് ബിർച്ച്, ബാൾസം പോപ്പുലർ അഥവാ പോപ്പുലസ്. ഓക്കെ, അപ്പോൾ ബാൾസം പോപ്പുലർ അഥവാ പോപ്പുലസ് ബൾസാമിഫറ, ട്രംബ്ലിംഗ് ആസ്പൻ അഥവാ പോപ്പുലസ് ട്രമുലോയിഡിസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. ലാരിസിന് അഥവാ ടാംറാക്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ട്രീസ് അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഡെസിഡിയസ് പ്ലാന്റ്സ് ആണ്, ഡെസിഡിയസ് ട്രീസ് ആണ്. ഈ ടൈഗയുടെ തന്നെ സദേൺ റീജിയൻസിലേക്ക് വരുത്തുമ്പോൾ ഇത്തരം പ്ലാന്റ്സും വളരെ ചെറിയ തോതിൽ കാണപ്പെടുന്നുണ്ട്. അഥവാ നമ്മൾ പറഞ്ഞ ടെമ്പറേറ്റ് റീജിയനിൽ നിന്ന് ബോറിയയിലേക്ക് പോകുന്നതോറും ഇവയുടെ എണ്ണം വളരെ വളരെ കുറയുകയും ഇവയുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നു. വടക്കോട്ട് പോകുമ്പോൾ ഇവ മാത്രമായിട്ട് തീരുന്നു. 1-2 എക്സാമ്പിൾസ് ഞാൻ അടുത്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ അബീസ് ബൽസാമിയ എന്ന് പറയുന്ന ട്രീ ഇങ്ങനെ ഇരിക്കും. ഏകദേശം നമുക്കറിയാം പൈനസിന്റെ ഒക്കെ പോലെ ഇരിക്കുന്നതാണ്. അതുപോലെ പിസിയ മാരിയാന എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് ഇത് കാണിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ട്രീസ് ആണ് ഇതൊക്കെ തന്നെ. ഇതെല്ലാം നമ്മൾ പലപ്പോഴും ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു സ്തൂപികാഗ്ര വൃക്ഷം എന്നുള്ളത് ഇതൊരു അഡാപ്റ്റേഷൻ ആണ്. സ്തൂപികാഗ്ര വൃക്ഷം എന്ന് വെച്ചാൽ അതായത് ഇലകളെല്ലാം ചരിഞ്ഞ് താഴേക്കായിരിക്കും കിടക്കുന്നത്, ഈ നീഡിൽസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ്. എന്താണ് ഗുണമെന്ന് വെച്ചാൽ മഞ്ഞ് വലിയ തോതിൽ ഡെപ്പോസിറ്റ് ചെയ്യാലും നമ്മുടെ മരങ്ങളാണെങ്കിൽ അതിന്റെ പുറത്ത് ഭാരം വരുമ്പോൾ അത് ഒടിഞ്ഞു വീഴും. പക്ഷേ ഇതങ്ങനെ വരത്തില്ല. ഇത് ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇതിന്റെ പുറത്ത് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ മഞ്ഞ് ഊർന്ന് താഴെ ഇറങ്ങുന്നല്ലാതെ ഇതിന്റെ ഇലകൾക്ക് അല്ലെങ്കിൽ ബ്രാഞ്ചുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതിനുള്ള അഡാപ്റ്റേഷൻ ആണ് ഈ സ്തൂപികാഗ്ര വൃക്ഷങ്ങളുടേത് എന്ന് പറയാം. ഇനി അതിനകത്ത് ഓയിൽ ഉണ്ടാകുന്നത് കത്താൻ വേണ്ടി സഹായിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ഇതാണ് നമ്മൾ പറഞ്ഞ 2 എക്സാമ്പിൾ ഞാൻ അടുത്ത് കാണിച്ചതേ ഉള്ളൂ. ആൻജിയോസ്പാംസിന് എക്സാമ്പിൾ ആണ്. ഫ്രൂട്ട് ചെയ്യുന്ന, ഫ്ലവർ ചെയ്യുന്ന, എന്നാൽ മഞ്ഞുകാലമാകുമ്പോൾ ഡെസിഡ്യൂസ്, മഞ്ഞ് പഴുത്ത് ഇലകളെല്ലാം കൊഴിയുന്ന. ഇതാണ് പോപ്പുലസ് ട്രമുലോയിഡ്സ്. ആസ്പൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ട്രീ ആണ്. അതുപോലെ തന്നെ റോവൻ എന്ന് പറയുന്ന മറ്റൊരു ട്രീ ആണ്. സോറബസ് അക്യുപേരിയ എന്ന് പറയുന്ന ഒരു ട്രീ. അതിനകത്ത് നിറയെ ഫ്രൂട്ട്സ് നിറഞ്ഞു കിടക്കുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആൻജിയോസ്പാംസിൽപ്പെട്ട ചെടി. So let's have a closer look at the species in the taiga. There are only 6 families to consider, 4 coniferous and 2 broadleaf. Pines are the most famous of all conifers and also the most widely distributed, extending all the way into the tropics as well as the North American and Eurasian taiga. The Scots pine is the most widely distributed pine in the world, found from Scotland all the way across Eurasia to the Pacific coast of Siberia. The spruce family is also widely distributed, occurring throughout North America and Eurasia, with the Siberian spruce covering all of Siberia from the Urals to the Pacific, although not in the same numbers as pines or larch. Firs are found on both boreal continents, and this species is most closely related to the cedars of more temperate climates. Siberian fir is restricted to northeast Siberia, but in general firs dominate the more moist coastal forests of Alaska and Norway. The larch family is unique among conifers in that it is deciduous. Like broadleafs, larches turn golden in autumn and drop their needles entirely in winter. In North America, the most common larch is the tamarack, while Sukachev's larch is common in Europe.
Siberia as a whole is larch dominated, and the extreme cold winter subarctic regions of Yakutia and Sakha provinces in northeast Siberia are exclusively populated by Siberian larches, the hardiest of all conifers. And this is why this region receives the specific sub-biome designation of boreal seasonal forest. The two hardiest broadleaf species families are also found in the taiga. Birches with their distinctive silver bark can be found mixing with conifers throughout Canada and northern Eurasia. Aspens, a species within the poplar family that light up the autumn with fiery colour, are found in most southerly regions of the Eurasian taiga as well as upland parts of the Rocky Mountains of North America. ഇപ്പോൾ മാമൽസിലേക്ക് അല്ല ആനിമൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് 85 സ്പീഷീസ് ഓഫ് മാമൽസും 130 സ്പീഷീസ് ഓഫ് ഫിഷും കാണാം നമുക്ക് കാനഡയിൽ. 32,000 സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ഉണ്ട്. അപ്പൊ ഇൻസെക്ട്സ് വളരെ കൂടുതൽ അവിടെ കാണപ്പെടുന്നുണ്ട്. ഇൻസെക്ട്സ് പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ആസ് പോളിനേറ്റേഴ്സ്, ഡീകമ്പോസേഴ്സ് ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദ ഫുഡ് വെബ്. മെനി നെസ്റ്റിംഗ് ബേർഡ്സ് ഈ ഇൻസെക്ട്സിനെ കഴിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ ഈ കോൾഡ് വിന്റർ ആയതുകൊണ്ട്, വളരെ തണുപ്പായതുകൊണ്ടും ഈ ആംഫിബിയൻസും റെപ്റ്റൈൽസിന്റെയും ശീതരക്തജീവികൾ നമ്മൾ പറയാറുണ്ട്. അവ ബോഡി എൻവയോൺമെന്റ് ടെമ്പറേച്ചർ അനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബ്ലഡ് ടെമ്പറേച്ചർ മാറ്റും എന്നുള്ളവയായതുകൊണ്ട് അവയ്ക്ക് ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, ടെമ്പറേച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ കഴിവ് കുറവാണ് എന്നുള്ളത് കൊണ്ട് റെപ്റ്റൈൽസിന്റെയും ആംഫിബിയൻസിന്റെയും എണ്ണം കുറവാണ് ഇത്തരം പ്രദേശങ്ങളിൽ നമുക്ക് പറയാം. പലപ്പോഴും അവ ഹൈബർനേറ്റ് ചെയ്തേ ഉള്ളൂ. വിന്റർ സീസൺ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മണ്ണിനടിയിൽ പോയി ഹൈബർനേറ്റ് ചെയ്യാണ് കിടക്കുന്നത്. എങ്കിലും അവിടെ നമുക്ക് സൈബീരിയൻ സലമാൻഡർ, വുഡ് ഫ്രോഗ്, ലിയോപാർഡ് ഫ്രോഗ് തുടങ്ങിയ അമേരിക്കൻ ടോഡ്, കനേഡിയൻ ടോഡ് തുടങ്ങിയ ചില ആംഫിബിയൻസിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫിഷ് എന്ന് പറയുന്നതും ഈ കോൾഡ് ടെമ്പറേച്ചറിൽ മുകളിൽ മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞാലും അടിയിലുള്ള വെള്ളത്തിൽ ജീവിക്കാൻ കഴിവുള്ള ഫിഷസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അത്തരം നിരവധി ഫിഷസ് പേരിവിടെ കൊടുത്തിട്ടുണ്ട്. നിരവധി ഫിഷസ് അവിടെ കാണപ്പെടുന്നുണ്ട്. ഇതാണ് അവരുടെ ആനിമൽസ്. അതുപോലെ ലാർജ് ഹെർബിവോറസ് മാമൽസും കാർണിവോറസ് മാമൽസും അവിടെ കാണപ്പെടുന്നുണ്ട്. ഹെർബിവോഴ്സിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊച്ചു ക്ലാസ് തൊട്ട് കേൾക്കുന്ന റെയിൻഡിയർ എന്ന് പറയുന്ന ഡിയർ ഉള്ളത്. റെയിൻഡിയർ അല്ലെങ്കിൽ കരിബു എന്ന് പറയുന്ന ലോക്കൽ നെയിം പറയും. അതുപോലെ തന്നെ എൽക്ക് എന്ന് പറയുന്ന ഒരു നമ്മുടെ പശുവിനെയൊക്കെ പോലെയുള്ള ഒരു ജീവിയുണ്ട്. അതുപോലെ സ്മാൾ മാമൽസ് ഇഷ്ടം പോലെ ഉണ്ട്. സ്ക്വിറൽസും മറ്റുള്ള ഓർഗാനിസംസും ഉണ്ട്. ലാർജർ മാമൽസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ ഈ സമ്മർ സീസണിൽ മാക്സിമം ആഹാരം കഴിക്കുകയും അത് കഴിഞ്ഞ് വിന്റർ വരുമ്പോഴത്തേക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുകയും ഹൈബർനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഇവയെല്ലാം തന്നെ. അതുപോലെ തന്നെ അങ്ങനെ അല്ലാത്തവയ്ക്ക് പലപ്പോഴും വളരെ വലിയ ലെയേഴ്സ് ഓഫ് ഫർ ഉണ്ടാവും, ടെമ്പറേച്ചർ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മാത്രമേ പലപ്പോഴും അവയ്ക്ക് കിട്ടും. ഒരു കനേഡിയൻ ടൈഗർ എന്ന് പറയുന്ന ടൈഗർ ഉണ്ട്. അവയൊക്കെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കും ഇരയെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ഓർഗാനിസംസ് നമുക്ക് മാമൽസും സ്മോൾ ആനിമൽസുമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പം മൂസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നമ്മൾ പറഞ്ഞു. റെയിൻഡിയറിന്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ എൽക്ക് എന്ന് പറയുന്ന ഒരു മാനിന്റെ വർഗത്തിൽപ്പെട്ടാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം വയ്ക്കുന്നതാണ്, വലിയ മൃഗമാണത്. അതുപോലെ റോഡിയർ എന്ന് പറയുന്ന ഒരു ഡിയർ, അത് കോമൺ ആയിട്ട് അവിടെ കാണപ്പെടുന്നതാണ്. അതുപോലെ സൈബീരിയൻ ടൈഗർ, ഇതും നമ്മുടെ ഇന്ത്യൻ ടൈഗർ തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ നമുക്ക് പലപ്പോഴും വായിക്കാൻ കിട്ടും. ആസാമിലെ ടൈഗർ, ഈ ടൈഗർ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ വായിക്കാൻ രസകരമാണ്. സൈബീരിയൻ ടൈഗർ എന്ന് പറയുന്നത് അവിടെ കാണപ്പെടുന്ന ഒരു കാർണിവോറസ് ഓർഗാനിസം ആണ്. അതുപോലെ ബേർഡ്സ് വരുന്ന സമയത്ത് ഒരു 300ഓളം സ്പീഷീസ് നമ്മുടെ ടൈഗർ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവയിൽ ഏകദേശം 30 സ്പീഷീസ് മാത്രമേ ഈ വിന്റർ സീസണിൽ അവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടെ നിന്ന് പറന്നു പോകും. അപ്പോൾ അവയെ നമ്മൾ അവയുടെ നേറ്റീവായിട്ട് കണക്കാക്കണ്ട, സമ്മറിൽ അവിടെ വരുന്ന ബേർഡ്സ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ ഈ 300-ൽ 30 എണ്ണം മാത്രമേ സ്ഥിരമായിട്ട് അവിടെ ജീവിക്കുന്നുള്ളൂ എന്ന് പറയാം. നിരവധി കാർണിവോറസ് ആയിട്ടുള്ള ബേർഡ്സും ഉണ്ട്. കഴുകൻ, പരുന്ത് വർഗത്തിൽപ്പെട്ട വർഷമുണ്ട്. അതുപോലെ തന്നെ സ്മോൾ കുരുവികളുടെ വർഗത്തിൽപ്പെട്ട സ്പാരോ, വൈറ്റ് ത്രോട്ടഡ് സ്പാരോ എന്ന് പറയുന്നത് ഒരുപാട് പ്രശസ്തമായ ഒരു ഓർഗാനിസം ആണെന്ന് പറയാം. അങ്ങനെയും നമുക്ക് അവിടെ കാണാം. ഇത് റഫ് ലെഗ്ഡ് ബസാർഡ് എന്ന് പറയുന്നത് ഒരു ഇരപിടിക്കുന്ന ഒരു പക്ഷിയാണ്, വളരെ പ്രശസ്തമായ. അതുപോലെ തന്നെ ബ്ലാക്ക് ത്രോട്ടഡ് ഗ്രീൻ വാർബ്ലർ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ബേർഡാണ് ഇത്തരം ക്ലൈമറ്റിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബേർഡ്സിന്റെ. വീണ്ടും ഫയർ എന്ന് പറയുന്നത് അതിനൊരു ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ നോക്കിക്കോളുക. ഫോറസ്റ്റ് ഫയർ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട് ഇവയുടെ സൈക്ലിങ്ങിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഓൺലി സ്റ്റാൻഡ് റിന്യൂവിംഗ് ഡിസ്റ്റർബൻസ്. ഡീഗ്രഡേഷൻ ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, ഭൂകമ്പങ്ങളൊക്കെ വളരെ കുറവാണ് എന്ന് പറയാം പ്രദേശങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത്
ഈ നോർമൽ മെറ്റീരിയൽ സൈക്ലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോറസ്റ്റ് ഫയർ ആണ് എന്ന് നമുക്ക് പറയാം. ഇന്റിമേറ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ വെജിറ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഫയർ ഈസ് എ യുണീക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ടൈഗ എന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക, 7 of the 10 മോസ്റ്റ് കോമൺ ട്രീസ് ഇൻ ദ ബോറിയൽ ഫോറസ്റ്റ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ജാക്ക് പൈൻ നമ്മൾ കണ്ടതാണ്, ജാക്ക് പൈൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈൻസ്, ആസ്പൻ, ബാൾസം, ഇതിനെല്ലാം തന്നെ ഓപ്പൺ ഏരിയയിൽ പൈനിയർ ആയിട്ട് എത്തി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയ ട്രീസ് ആണ് എന്ന് പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർ കഴിയുന്നതോടുകൂടി അവിടുത്തെ മുഴുവൻ വെജിറ്റേഷൻ നശിക്കുകയാണ്. പിന്നീട് അവിടെ വളർന്നു വരുന്നത് ഈ ഇത്തരം പൈനിയർ സ്പീഷീസിൽ മാത്രമേ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ എവർഗ്രീൻ ട്രീസ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവ നശിക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിയിലേക്ക് വേറൊന്നിനും വളർന്നു വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവയെ കത്തി നശിച്ച് തീരുക എന്നുള്ളതല്ലാതെ അടുത്ത ജനറേഷന് വേറെ മാർഗമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പക്ഷേ ഈ വൈറ്റ് സ്പ്രൂസ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നുള്ളതേ ഉള്ളൂ. ഈ സീഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടാലും പലപ്പോഴും ഇത് കത്തിയാൽ മാത്രമേ അതിന്റെ സീഡ് പൊട്ടുകയും അതിനകത്ത് ജെർമിനേഷൻ സാധിക്കുകയും ചെയ്തുള്ളൂ. അതിന്റെ പുറം മൂടി മാത്രം കത്തിപ്പോവുകയും പിന്നീട് അതിനകത്തുള്ള സീഡ് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ജെർമിനേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജാക്ക് പൈനിനകത്ത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഫിനോമിനൻ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വെജിറ്റേഷന്റെ ലൈഫ് സൈക്കിൾ, ഗ്രോത്ത് പാറ്റേണും ഈ ഫയറും തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിരവധി ഫോറസ്റ്റ് ഫയറുകൾ ഈ റീജിയൻസിൽ കാണാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ത്രെഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ത്രെഡ്സ് വരുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. പറഞ്ഞല്ലോ, ഒരുപാട് ഓർഗാനിസംസിനെ, വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരുപാട് ഓർഗാനിസംസിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പറഞ്ഞു എന്താണ് ഒരുപാട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന പ്രദേശങ്ങളാണ് ഇവയെല്ലാം. US, കാനഡ ഒക്കെ ആലോചിച്ച് നോക്കുക, ഒരുപാട് സ്ഥലങ്ങളിൽ റവല്യൂഷൻ നടന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഒരുപാട് ട്രീസും ഫോറസ്റ്റും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. രണ്ടാമത് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ പറഞ്ഞു ഈ ടൈഗ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളത് ഈ നോർത്ത് പോളിലേക്ക് ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. സദേൺ റീജിയനിൽ കൂടുതൽ ഗ്ലേസിയർ ഉരുകി മാറുകയും അവിടെയൊക്കെ ഓപ്പൺ ലാൻഡായി മാറുകയും ഈ ക്യാരക്ടറിസ്റ്റിക് ക്ലൈമറ്റ് ഉള്ള പ്രദേശം ചുരുങ്ങി വരികയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫിനോമിനാണ്. പിന്നെ ഇൻസെക്ട്സിന്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാവുകയും പലപ്പോഴും അവിടെ വെജിറ്റേഷനെ അത് ബാധിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെന്നുള്ളത് പൊല്യൂഷൻ, അത് ആസ് എ ഹോൾ ലോകം മുഴുവനുള്ളതാണ്. അതുപോലെ പൊല്യൂഷൻ അവിടുത്തെ റീജിയൻസിനെയും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് ടൈഗയെ പറ്റി അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റിനെ പറ്റി പറയാനുള്ളത്.